കേരളത്തിലെ കർഷകരുടെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ്. ഇന്ന് ഓരോ സർക്കാരുകൾ മാറി മാറി വരുമ്പോഴും പല പല പദ്ധതികൾ പ്രഖ്യാപിക്കുമെങ്കിലും ഒന്നും കർഷകർക്ക് യഥാർത്ഥ ഗുണത്തിന് ഭവിക്കുന്നില്ല. ഇങ്ങനെയിരിക്കുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് കാലാകാലങ്ങളിലായി കർഷകരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി കാർട്ടൂൺ ഫിലിമുകൾ തയ്യാർ ചെയ്ത് അവതരിപ്പിക്കുന്നുണ്ട്. ഏതോ നോർത്ത് ഇന്ത്യൻ ഗ്രാമത്തിൽ നടക്കുന്ന ഈ സംഭവം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്താണ് നമ്മുടെ മുമ്പിലെത്തുന്നത്. അങ്ങനെ കർഷകരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന ഒരു കിസാൻ കൃഷി ദീപം. ഇതാണ് ഹരിയാനയിലെ ഉസൂർ എന്ന ഗ്രാമം. ഈ ഗ്രാമത്തിൽ മഴ പെയ്തിട്ട് വർഷങ്ങൾ ഏറെയായി. വെള്ളമില്ലാത്തത് കൊണ്ട് കൃഷികൾ നശിച്ചു. കർഷകർ കഷ്ടത്തിലായി. ഇതാണ് ഗുൽമാൽ സിംഗ്. ഇദ്ദേഹം വലിയൊരു കർഷക കുടുംബത്തിലെ അംഗമാണ്. ഇപ്പോൾ ഇദ്ദേഹം വലിയൊരു കടം കയറി മുടിഞ്ഞവനുമാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ വളരെ ദുഃഖിതനുമാണ്. ബാങ്ക് വായ്പയെ കുറിച്ച് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു വഴി തെളിഞ്ഞു: ആത്മഹത്യ. ആത്മഹത്യ പലവിധം. ഇതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടത്? വെള്ളത്തിൽ ചാടി മരിക്കണോ? വേണ്ട. മൂക്കിൽ വെള്ളം കയറിയാൽ ജലദോഷം വരും. തീവണ്ടിക്ക് തലവച്ചാലോ? വേണ്ട. ഇന്ത്യൻ റെയിൽവേ അല്ലേ, എങ്ങനെ വിശ്വസിക്കും? വണ്ടി വരാൻ വൈകിയാൽ റെയിൽവേ പോലീസ് പിടിച്ചകത്താക്കും. അവസാനം അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി: ഒരു മുഴം കയർ തന്നെ ശരണം. അപ്പോഴാണ് അയാൾ ആലോചിച്ചത്, തൂങ്ങിച്ചത്താൽ ശ്വാസം മുട്ടില്ലേ, പിന്നെ എന്ത് ചെയ്യും? ഇത് കണ്ടാണ് ഗുൽമാൽ സിംഗിന്റെ ഭാര്യ ശാന്താഭായി അവിടേക്ക് വന്നത്. ഈ കാഴ്ച കണ്ടിട്ട് അവർ നെഞ്ചത്തടിച്ച് കരഞ്ഞു. ഇടിവെട്ടുന്ന ശബ്ദം കേട്ട് മഴ വരാൻ പോകുന്നതാണെന്ന് കരുതി ഗുൽമാൽ സിംഗ് തുള്ളിച്ചാടി. ഇയാൾക്കെന്താ ഭ്രാന്തായോ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞവർ വീണ്ടും നെഞ്ചത്തിടിച്ചു. കാര്യം മനസ്സിലായ അയാൾ അവരോട് നെഞ്ചത്തിടിക്കരുതെന്ന് അപേക്ഷിച്ചു. പകരം അയാൾ അവരെ കുനിച്ചു നിർത്തി മുതുകത്തെ പൊതുയോഗം കൂടി. യോഗം കഴിഞ്ഞപ്പോൾ ശാന്താഭായി ശാന്തയായി. കൃതജ്ഞത പറഞ്ഞ് യോഗം പിരിച്ചുവിട്ടു. തെറ്റ് മനസ്സിലാക്കിയ അയാൾ അവരോട് മാപ്പ് പറഞ്ഞു. ഇരുവരും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഈ സമയം ശാന്താഭായി ചോദിച്ചു: നമ്മൾ എങ്ങോട്ട് പോകും? വാ, നമുക്ക് അകത്തെ മുറിയിലേക്ക് പോകാം എന്ന ആട്ടുകേട്ട് പട്ടിണി മൂലം ശോഷിച്ച അയാൾ തെറിച്ചു വീണു. കൃഷിയോ നശിച്ചു. എന്നെയും കൂടി നശിപ്പിക്കാനാണോ നിങ്ങളുടെ പ്ലാൻ? ശാന്താഭായി ചോദിച്ചു. ഈ കുടുംബത്തിൽ പെറ്റുകിടക്കാതെ നിങ്ങൾക്ക് അന്യനാട്ടിൽ പോയി പണിയെടുത്തുകൂടെ? കൊള്ളാം, നല്ല ഐഡിയ. അയാൾ അപ്പോൾ തന്നെ തന്റെ ആയുധങ്ങളുമായി ദൂരെ ഒരു ഗ്രാമത്തിലേക്ക് ജോലിക്ക് പോയി. ഗുൽമാൽ സിംഗ് പോയ വേർപാടിൽ ശാന്താഭായി ദുഃഖിച്ചിരുന്ന് തേങ്ങി തേങ്ങി കരഞ്ഞു. ഈ സമയത്താണ് ഗ്രാമസേവകൻ അവിടേക്ക് കടന്നു വന്നത്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഗ്രാമസേവകൻ ചോദിച്ചു. കൃഷിയും പോയി, മഴയും പോയി, ഭർത്താവ് ദൂരെ പണിക്കും പോയി. ഇതും പറഞ്ഞ് അവർ വീണ്ടും കരഞ്ഞു. ഇത് കേട്ട് ഗ്രാമസേവകൻ ചോദിച്ചു: ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ? ഇത് കേട്ടതും ശാന്താഭായി ഒരു നിമിഷം ആലോചിച്ചു.
സഹായഹസ്തവുമായി വീട്ടിൽ കയറി വന്ന ഈ മഹാലക്ഷ്മണനെ ചവിട്ടി പുറത്താക്കണോ? വേണ്ട. ഈ കാഴ്ച കണ്ട് ഗ്രാമസേവകൻ പറഞ്ഞു, കൃഷിഭൂമി വെറുതെ ഇട്ടിട്ട് കാര്യമില്ല, അവിടെ വേണ്ട രീതിയിൽ കൃഷി ചെയ്യാൻ പഠിക്കണം. പുതിയ രീതിയിൽ കൃഷി ചെയ്താൽ കൃഷി തഴച്ചു വളരും. ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം, വരൂ. അന്ന് രാത്രി മേഘങ്ങൾ ഉരുണ്ടുകൂടി. താമസിയാതെ ഇടിവെട്ടോടുകൂടി മഴ പെയ്തു. വിത്ത് വിതയ്ക്കാൻ പറ്റിയ സമയം. ശാന്താഭായി തുള്ളി ചാടി. മാസങ്ങൾ കടന്നുപോയി. വിതച്ച വിത്ത് മുളച്ചു തുടങ്ങി. 3 വർഷം കഴിഞ്ഞ് ദൂരെ ഗ്രാമത്തിൽ പണിക്ക് പോയ ഗുൽമാൽ സിംഗ് തെണ്ടിത്തിരിഞ്ഞ് തിരിച്ചു വന്നു. കൃഷിസ്ഥലത്ത് വന്ന ഗുൽമാൽ സിംഗ് അത്ഭുതപ്പെട്ടു പോയി. LKGയിലും UKGയിലുമായി 3 വിത്തുകൾ വളർന്നു വലുതായി നിൽക്കുന്നു. അയാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഓടിച്ചെന്ന് ഭാര്യയെ അയാൾ കെട്ടിപ്പുണർന്നു. ഇതിനിടയിൽ ഗുൽമാൽ സിംഗ് ചോദിച്ചു, ഇതെങ്ങനെ സാധിച്ചു? ഒരു കൂസലുമില്ലാതെ ശാന്താഭായി പറഞ്ഞു, എല്ലാം ഗ്രാമസേവകന്റെ സഹായം. അത് കേട്ട് അയാൾ പറഞ്ഞു, ഒരു ഗ്രാമസേവകൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. ഒരു ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളെയും സേവിക്കുന്നവനായിരിക്കണം യഥാർത്ഥ ഗ്രാമസേവകൻ. പക്ഷേ ഇത്രയും സേവനം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഗ്രാമസേവകന് നന്ദി. അന്ന് ആ ഗ്രാമത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ഇന്നത്തെ സാരാംശം: യഥോ പാട യഥോ വയൽ, യഥോ കൃഷി യഥോ സന്നദ്ധ്. അതായത്, സ്വന്തം കൃഷിസ്ഥലത്ത് അവനവൻ നല്ല രീതിയിൽ കൃഷി ചെയ്തില്ലെങ്കിൽ അവിടെ കരക്കാർ വന്ന് കൃഷി ചെയ്യും.